ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ ഡയറി. ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ ഞണ്ട്, ഒരു മീഡിയം സൈസ് ഞണ്ട് 1 കിലോ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് കൊണ്ട് ആ ഞണ്ടിൻ്റെ കാലുകളും ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുട്ടയും പൊന്നെന്നൊക്കെയാണ് പറയുന്നത്, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ കളയാതെ നമ്മൾ എടുത്ത് തോരാൻ വയ്ക്കുക. അതിനുശേഷം സവോള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് സവോള 3 എണ്ണം, തക്കാളി 1 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, പച്ചമുളക് 3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില ഇത്രയും വേണം. ഇത് സവോള ചെറുതായിട്ട് നീളത്തിൽ അരിയുക, തക്കാളി ചെറുതായിട്ട് അരിയുക, വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക, പച്ചമുളക് കീറിയെടുക്കുക, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിടുക, കറിവേപ്പില ഇത്രയും നമ്മളെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മസാലക്കൂട്ടുകൾ എടുക്കുക. മസാലക്കൂട്ടുകൾ മുളക് പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ് അത്രയും എടുത്ത് വേറൊരു പാത്രത്തിലാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ചോട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഉപയോഗിക്കുന്നവർക്ക് കടുക് ഉപയോഗിക്കാം. ഈ കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സവോള ഇട്ട് ജസ്റ്റ് സവോളയും തക്കാളി ഇടണ്ട, സവോള ഇടുക, വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക, പച്ചമുളക് ഇടുക. അത്ര ഇട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് നല്ലൊരു റെഡ് ബ്രൗൺ കളർ ആവുന്നോടം വരെ വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഈ മസാലക്കൂട്ടുകൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇടുക. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അതും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയും ഇതെല്ലാം കൂടെ കൂടി നല്ലൊരു പേസ്റ്റായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. എണ്ണ കുറവാണെങ്കിൽ ശകല എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി മുഴുത്ത ഞണ്ടാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് പാകത്തിന് നന്നായിട്ട് ഉപ്പ് നോക്കുക. ഈ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോഴത്തേക്കും പാകത്തിനുള്ള ഉപ്പും കൂടെ നോക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ തിളച്ച ഗ്രേവിക്കകത്തോട്ട് ഞണ്ടിട്ട് കൊടുക്കുക. ഞണ്ടിട്ട് കൊടുത്ത് നന്നായിട്ടും ഞണ്ടിങ്ങനെ തട്ടിപ്പൊത്തി തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്നോടെ തിളപ്പിക്കുക. തിരിച്ച് മറിച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി ഇട്ട് കൊടുത്ത് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം സിമ്മിലിടുക. തീ കുറച്ച് സിമ്മിലാക്കി ഇടുക. കുറച്ചിട്ട് അതങ്ങനെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ പയ്യെ ആവിയിൽ വേകണം. വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുത്തി നോക്കുമ്പോൾ അറിയാം ഞണ്ട് നല്ല ഉറപ്പായിട്ടുണ്ടാകും ദശയൊക്കെ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്തേക്ക് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ മേതെ ഒഴിച്ച് കൊടുക്കണം. ചാറൊക്കെ പറ്റി നല്ല കുറുകി ഗ്രേവിയൊക്കെ നല്ല കുറുകി ഇതിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാവുന്ന രീതിയിലുള്ള ഗ്രേവിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞണ്ട് റോസ്റ്റ് ഞങ്ങളിവിടെ വീട്ടിലെല്ലാവർക്കും ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. വേറെ എന്തെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അധികം പറഞ്ഞു തരണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.